പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. വിഷുവായിട്ട് ഇന്നലെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ആ നെയ്യപ്പത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് പച്ചരിയാണ് കേട്ടോ. ഈ പച്ചരി എടുത്തതിന് ശേഷം കഴുകി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ച് മിക്സിയുടെ ജാറിലിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് തരിതരിപ്പായി അരച്ചെടുക്കാം. ഫൈനായി അരച്ചെടുക്കണ്ട. വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 3 കട്ട ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിത് അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് അരക്കണ്ട, കാരണം നമ്മൾക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ വെള്ളം കൂടുകയുള്ളൂ. ഇനി ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മാവ് കട്ടയായി പോവുള്ളൂ. ഇപ്പോൾ ഫുള്ളായി ഞാനിവിടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാനിന്ന് നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. ഇനി ഒരു പാൻ വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണല്ലോ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങളൊക്കെ വിഷുവിന് എന്താണ് ഉണ്ടാക്കിയത്? നെയ്യപ്പോ അതല്ല പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും എന്താണ് ഉണ്ടാക്കിയതെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തരിതരിപ്പോട് കൂടി അരച്ചെടുത്തത് കാരണം ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം. അപ്പോൾ മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ശർക്കരപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ഓരോന്നും ഇതിലേക്ക് പാർന്ന് ചുട്ടെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒറ്റയടിക്കന്നത് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കൂടുതൽ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മാവ് ഇങ്ങനെ നല്ലതുപോലെ പൊന്തി കിട്ടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും വിഷു സന്തോഷമായി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചെടുക്കാൻ കേട്ടോ. കാരണം ഇതിൽ കുറച്ച് തരി ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ അടിയിൽ ഊറി നിൽക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ. നെയ്യപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ. എപ്പോഴും ഉണ്ടാക്കൽ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പവും പിന്നെ സാധാ ഉണ്ണിയപ്പം. എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കും. കുട്ടികളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാറുണ്ട്. നെയ്യപ്പം അപൂർവമായിട്ടാണ് ഉണ്ടാക്കാറുള്ളൂ. ശരിയാവില്ലേ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി.
ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യപ്പം വല്ലതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി നെയ്യപ്പം തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നല്ല സോഫ്റ്റും ആയിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായ നെയ്യപ്പം ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.